ഹരിശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു. ആരണ്യകാണ്ഡ. അത്രിയാശ്രമത്തിൽ ഒരു ദിവസം മുനിമാരുടെ കൂടെ താമസിച്ചു വിശ്രമിച്ച ശേഷം മഹർഷിയുടെ ആശീർവാദത്തോടെ രാമാദികൾ ദണ്ഡകാരണ്യത്തിലേക്ക് പുറപ്പെട്ടു. ഭയാനകമായ വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കവേ ഭീകരനായി ഭവിച്ചിരുന്ന വിരാധൻ എന്ന പൂർവ്വ വിദ്യാധരൻ അദ്ദേഹത്തിന് സ്വന്തം രൂപം പ്രാപിക്കുകയും ശ്രീരാമനെ സ്തുതിക്കുകയും ചെയ്തു. അനന്തരം രാമാദികൾ ശരഭംഗാശ്രമത്തിലെത്തി മുനിമാരെ സന്ദർശിച്ചു. പിന്നീട് സുതീക്ഷ്ണൻ, അഗസ്ത്യൻ എന്നീ മുനിമാരുടെ ആശ്രമങ്ങൾ സന്ദർശിച്ചു. തുടർന്നുള്ള യാത്രാമധ്യേ ജടായുവിനെ കാണുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. പഞ്ചവടിയിൽ പ്രവേശിച്ച രാമലക്ഷ്മണന്മാർ അവിടെ വാസയോഗ്യമെന്ന് കണ്ട് പർണശാല നിർമ്മിച്ച് താമസമുറപ്പിച്ചു. അവിടെ വെച്ചാണ് ശ്രീരാമൻ ലക്ഷ്മണനെ മുക്തിമാർഗോപദേശം ചെയ്യുന്നത്. ലക്ഷ്മണോപദേശം തികച്ചും വേദാന്തപരമാണ്. സുന്ദരീവേഷധാരിണിയായ ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരെ സമീപിച്ച് വിവാഹാഭ്യർത്ഥന നടത്തി. ഇരുവരും നിരസിച്ചപ്പോൾ കോപിഷ്ഠയായി തീർന്ന ശൂർപ്പണഖ രാക്ഷസീ രൂപം പ്രാപിക്കുകയും ലക്ഷ്മണൻ അവളുടെ സ്ഥാനനാസികകൾ ഛേദിക്കുകയും ചെയ്തു. അവൾ സ്വസഹോദരന്മാരായ ഖരദൂഷണ ത്രിശിരസ്സുകളെ സമീപിച്ച് സങ്കടം പറഞ്ഞു. അവർ യുദ്ധത്തിന് പുറപ്പെട്ടു. ശ്രീരാമൻ യുദ്ധമധ്യേ അവരെ നിഗ്രഹിച്ചു. രാക്ഷസ നിഗ്രഹത്തിൽ സന്തുഷ്ടരായ മുനിമാർ സീതാരാമന്മാർക്ക് മായാപീഡ ഉണ്ടാകാതിരിക്കുന്നതിന് ദിവ്യമായ അങ്കുലീയവും ചൂടാമണിയും ലക്ഷ്മണന് കവചവും നിർമ്മിച്ചു നൽകി. ശൂർപ്പണഖ സഹോദരനായ രാവണനെ സമീപിച്ച് സങ്കടങ്ങൾ അറിയിച്ചു. സീതയുടെ സൗന്ദര്യം ശൂർപ്പണഖയിൽ നിന്ന് മനസ്സിലാക്കിയ രാവണൻ രാമപത്നിയെ സ്വന്തമാക്കാനായി എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു. രാവണൻ രാമഭക്തനായ മാരീചന്റെ വാസസ്ഥലത്തെത്തി. മാരീചൻ സ്വർണ്ണമാനായി ചെന്ന് സീതയെ ആകർഷിക്കാമെന്നും ലക്ഷ്മണനെ കൗശലത്തിൽ അകറ്റാമെന്നും തത്സമയം ഭിക്ഷുരൂപത്തിൽ രാവണൻ പ്രത്യക്ഷപ്പെട്ട് സീതയെ അപഹരിക്കാമെന്നും നിശ്ചയിച്ചു. തുടർന്ന് മാരീച നിഗ്രഹവും നാടകീയമായി നടന്നു. രാവണൻ സീതയെ അപഹരിച്ചു തേരിലേറ്റി ആകാശമാർഗത്തിലൂടെ കൊണ്ടുപോയി. സീതയുടെ കരച്ചിൽ കേട്ട രാമഭക്തനായ ജടായു രാവണനുമായി മല്ലിട്ട് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കവേ പക്ഷിയുടെ പക്ഷങ്ങൾ രാവണൻ മുറിച്ചു. ശ്രീരാമൻ വന്നു കാണും വരെയും ജീവൻ ഒടുങ്ങുകയില്ല എന്ന് സീത ജടായുവിനെ അനുഗ്രഹിച്ചു. സീതാന്വേഷണത്തിന് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർ ജടായുവിൽ നിന്ന് സംഗതികൾ ഗ്രഹിച്ചു. ജടായു രാമനെ സ്തുതിച്ചു. രാമൻ ജടായുവിന് വിഷ്ണുപാദം നൽകി അനുഗ്രഹിച്ചു. രാമലക്ഷ്മണന്മാർ യാത്ര തുടരവേ അഷ്ടാവക്രമുനിയാൽ ശാപഗ്രസ്തനായ കബദ്ധന് മോക്ഷം നൽകി. കബദ്ധ നിർദ്ദേശം അനുസരിച്ച് രാമലക്ഷ്മണന്മാർ മാതംഗമുനിയുടെ ശബര്യാശ്രമത്തിലേക്ക് പോയി. ശബരി രാമലക്ഷ്മണന്മാരെ ഭക്ത്യാദരപൂർവ്വം സ്വീകരിച്ചു സൽക്കരിച്ചു. ശബരിയുടെ സൽക്കാരം സ്വീകരിച്ച ശ്രീരാമൻ ശബരിയെ അനുഗ്രഹിച്ചു മോക്ഷം നൽകി. സീതാദേവിയെ രാവണൻ ലങ്കയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നും ദൃശ്യമൂകാചലത്തിൽ ഭാര്യയെ പേടിച്ച് വസിക്കുന്ന സുഗ്രീവനുമായി സഖ്യം ചെയ്ത് സീതയെ വീണ്ടെടുക്കാൻ പ്രയത്നിക്കണമെന്നും ശ്രീരാമന് മാർഗനിർദ്ദേശം നൽകിയ ശേഷം ശബരി ദേഹത്യാഗം ചെയ്തു. ഹരേ രാമ.